വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ദുപ്പട്ടയുടെ വീഡിയോ കേട്ടോ. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല നല്ല കളേഴ്സാണ്. ഒത്തിരി പീസസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോളാം. അപ്പോൾ ഇത് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫുൾ ക്രഷ്ഡ് ആയിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ സാറിന് ചെയ്യുന്നതിന് അതിലും ഇച്ചിരി നല്ല ഫാബ്രിക് ആട്ടോ. ഫുൾ ക്രഷ് ഡിസൈൻ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉള്ള ഐറ്റം. അപ്പോൾ ഇതിന് ഇതുപോലെ ചെറിയ ടാസിൽസ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്പർ ഞാൻ സെപ്പറേറ്റ് കൊടുത്തേക്കാം. ഇതെല്ലാം ഓരോന്നായിട്ട് വായിച്ചു പോകാൻ ടൈം എടുക്കും. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്പർ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ എഡിറ്റിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടി അതങ്ങ് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് കറക്റ്റ് എടുത്ത് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നല്ല വൈറ്റ് കളറാട്ടോ. ഉജാല വൈറ്റ് അല്ല, ചെറിയൊരു ഓഫ് വൈറ്റ് കൂടി മിൽക്കി വൈറ്റ് ഇല്ലേ, ആ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉള്ള ഐറ്റമാണ്. നമ്പർ കൊടുത്തേക്കാം. റേറ്റ് വരുന്നത് 340 340. നല്ല ഡാർക്ക് മസ്റ്റാർഡ് ഷെയ്ഡാട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഞാൻ കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു പോകാം. റേറ്റിനും വ്യത്യാസമില്ല. 340 340. നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ. ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ലൈറ്റായിട്ട് തോന്നിക്കുന്നുണ്ട്. നല്ല മെറൂൺ ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിനും ആ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് ഇടാനും ഒക്കെ നല്ല സുഖമാട്ടോ. ക്രഷ് ഡിസൈൻ വരുന്നതിൻ്റെ പ്രത്യേകതയാണ്. നോർമൽ ഷിഫോണേക്കാളും ഒക്കെ കാണാനും ഒരു ലുക്കുണ്ട്. ഇത് തന്നെ പല റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. 340 പ്രൈസ്. അടുത്ത കളറാണ്. ഈ കളർ നല്ല ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡാട്ടോ. നേവി ബ്ലൂവിൻ്റെ നല്ല ഡാർക്കർ ഷെയ്ഡ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ രണ്ട് സൈഡിലൂടെ ഇട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലെങ്ത്ത് ഏകദേശം മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ഇടുവാണെങ്കിൽ ഭയങ്കര ലെങ്ത്താണ്. അല്ലാതെ ഇപ്പം ഇട്ടാലും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഏകദേശം 2.5 അടുത്ത് തന്നെ ലെങ്ത്ത് കാണും. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാത്തിനും സെയിം ആണ്. അടുത്ത ഷെയ്ഡ് കാണാം. നമുക്ക് നെക്സ്റ്റ് എടുത്തത് നല്ല ഡാർക്ക് വൈൻ കളറാട്ടോ. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണ്. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കുറേ എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ലുക്ക് കേട്ടോ. ക്രഷ് ഡിസൈൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. നല്ല സോഫ്റ്റായിട്ട് ചെയ്തേക്കുന്ന ഐറ്റമാണ്. സെയിം റേറ്റ് ആട്ടോ, 340. ഒരു ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡ്, നല്ല ഡാർക്ക്, നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഷെയ്ഡാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ പോയി നോക്കിയാൽ മതി, അതിൽ കാണും. അപ്പം അതിൻ്റെ അകത്ത് അവൈലബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത കളർ. അടുത്ത ഷെയ്ഡ് കാണാം. ഇതൊരു ചിക്കു ഷെയ്ഡാട്ടോ. ഡാർക്ക് ഒരു ചിക്കുവിൻ്റെ ഷെയ്ഡ്. ഇത് ഈ കളറൊക്കെ ഒരുപാട് കളറിൻ്റെ കൂടെ മാച്ച് ആയിപ്പോൾ ഇപ്പോൾ ഈവൻ ഈ ഒരു ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെ അങ്ങനത്തെ ഷെയ്ഡ്സിൻ്റെ ഒക്കെ കൂടെയാണല്ലോ മാച്ച് ആയിപ്പോൾ. ഒത്തിരി കളറിൻ്റെ കൂടെ മാച്ച് ആവുന്നൊരു കളറാട്ടോ. നോർമൽ ഗോൾഡ് അല്ല, ചിക്കു ടൈപ്പ് ഷെയ്ഡ്. റേറ്റ് 340. നല്ല ഡീപ്പ് റെഡ് കളറാണ്. ഇതും ഞാൻ മുമ്പേ കാണിച്ചിട്ട് ചെറിയ വേരിയേഷനേ ഉള്ളൂ. മറ്റേത് കുറച്ചുകൂടെ മെറൂണിൻ്റെ ഷെയ്ഡായിരുന്നു. ഇത് കുറച്ചുകൂടെ റെഡ് മിക്സഡ് കളർ. നല്ല കളറാട്ടോ. അപ്പോൾ ഇതിനും സെയിം റേറ്റാണ്, 340. ഇതൊരു ലാവണ്ടർ ഷെയ്ഡാട്ടോ. ഫോട്ടോയ്ക്കകത്ത് കുറച്ചുകൂടെ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് കൂടുതൽ കാണിച്ചു. ചിലപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു കളറുമായിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് ഇതായതായിരിക്കാം. ലാവണ്ടറിൻ്റെ ലൈറ്റ് കളറാട്ടോ. അപ്പോൾ ഇതും നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും ലെങ്ത്ത് കിട്ടും. പിന്നും റേറ്റ് സെയിം ആണ്. അടുത്ത കളറാണ്. ലാസ്റ്റ് കളർ വരുന്നത് ഒരു പേസ്റ്റ്, ഒരു ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതും കുറേ കളറിൻ്റെ കൂടെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. ലൈറ്റ് ഷെയ്ഡാണേ. അപ്പോൾ ഇതിനും സെയിം റേറ്റാണ്. ഇത് ഇതാട്ടോ ലാസ്റ്റ് കളർ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തെടുത്തോ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പീസസ് കാണത്തില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അയച്ച് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തെടുക്കുക. സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ എല്ലാം വിശദമായിട്ട് ഏതൊക്കെ കളറുണ്ടോ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാം കൂടെ ബുക്കിങ്ങിലോട്ട് ആക്കരുത്. പേയ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളത് മാത്രമേ സെലക്ട് ചെയ്തിട്ട് അയക്കാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ എല്ലാം അതിൻ്റെ അകത്ത് ബുക്കായി കിടക്കും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലേ അടുത്ത ആൾക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചോദിക്കുമ്പം കുറേ പേർക്ക് സോൾഡ് ഔട്ട് കാണിക്കും. അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പേയ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ബൈനോ കൊടുത്ത് നിങ്ങളുടെ ആ ഒരു സ്ക്രീൻഷോട്ടാണല്ലോ അയക്കുന്നത്, അങ്ങനെ അയക്കണം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ സ്റ്റക്കായി പോയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കറക്റ്റ് ടൈമിൽ കിട്ടാതെ വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തെടുത്ത് 340 340.